ഇന്നൊരു സൺഡേ ആയിരുന്നു. പക്ഷേ സൺഡേ പള്ളിപ്പോക്ക് നടന്നില്ല. അലാമൊക്കെ വെച്ചായിരുന്നു. അലാമൊക്കെ വെച്ച് രാവിലെ പ്രാർത്ഥിച്ചിട്ട് കയറി കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ ലേറ്റായിട്ട് പള്ളിയിലോട്ട് ചെല്ലുമ്പോഴത്തേന് ആൾക്കാർ ഇങ്ങനെ തുറിച്ച് നോക്കുമല്ലോ, ഇപ്പോഴാണോ വരുന്നതെന്നുള്ള രീതിയിൽ. പിന്നെ തുറിച്ച് നോട്ടം കാണണ്ടല്ലോ എന്ന് കരുതിയിട്ട് പള്ളിയിൽ പോയില്ല. എന്നാൽ പിന്നെ രാവിലത്തെ പണിയെങ്കിലും നടക്കട്ടെ എന്ന് കരുതി ചപ്പാത്തിക്കുള്ള മാവെല്ലാം റെഡിയാക്കാമെന്ന് കരുതി അങ്ങനെ മാവെല്ലാം അങ്ങനെ അങ്ങോട്ട് കുഴച്ചൊക്കെ വെച്ചു. ഇന്നത്തെ മെനു എന്ന് വെച്ചാൽ മോര് കാച്ചിയതും മീൻകറിയും മീൻ വറുത്തതും തോരനുമാണ്. അങ്ങനെ എന്തായാലും ചപ്പാത്തിക്ക് 2 മണിക്കൂർ എടുക്കുമല്ലോ, അങ്ങനെ സെറ്റ് ചെയ്യാനായിട്ടൊക്കെ എടുത്തു വെച്ചു. അങ്ങനെ മീൻകറിക്കുള്ള പാത്രങ്ങളൊക്കെ എടുത്തു. ഞാൻ സ്റ്റീൽ പാത്രത്തിലാട്ടോ വെക്കുന്നത്. എനിക്ക് ആണെങ്കിൽ മറ്റേ ചട്ടിയുടെ പാത്രമില്ല, മണ്ണിൻ്റെ പാത്രമില്ല. അങ്ങനെ കടുക് ഉലുവയൊക്കെ വാരിയിട്ടു, മുളക് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടു. എൻ്റെ മീൻകറി ഇട്ട് ഭയങ്കര മീൻകറി സ്പെഷ്യലിസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ, ഇതൊക്കെ ഒരു തട്ടിക്കൂട്ട് കറികളാണ്. അങ്ങനെ മീൻകറിയൊക്കെ വെക്കാനായിട്ടുള്ളതെല്ലാം സെറ്റ് ചെയ്തു. മീൻകറിയൊക്കെ 2 ദിവസം പോകും കേട്ടോ. ഇവിടെ മെമ്പേഴ്സ് കുറവായത് കാരണം കുറച്ച് ദിവസത്തേക്കിന് ഇരിക്കും. അങ്ങനെ തോരൻ്റെ എല്ലാം സെറ്റാക്കാമെന്ന് കരുതി അപ്പം നേരിട്ട് ചോപ്പർ പണി തന്നെന്ന് വിചാരിച്ച്. കാരണം ഇത് 3ാമത്തെ ചോപ്പറാണ്. ആദ്യത്തെ 2 നൂല് പൊട്ടിപ്പോയി. എന്നാൽ പിന്നെ ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ച് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. പണ്ടൊക്കെ എത്ര സമയമായിരുന്നേ ചായ കുടിക്കാനായിട്ട് എടുക്കുന്നത്. എന്തായാലും ചോപ്പറൊക്കെ ഓക്കെ ആയി. ഇനി എന്നാൽ പിന്നെ മോരിൻ്റെ എല്ലാം സെറ്റാക്കാമെന്ന് കരുതി. അങ്ങനെ മോരിൻ്റെ എല്ലാം ഇങ്ങനെ സെറ്റാക്കി. മോരൊക്കെ ഒരാഴ്ച ഓടും കേട്ടോ, കാരണം ഉച്ചയ്ക്കത്തേക്കിന് മാത്രമല്ലേ ആവശ്യം വരുന്നുള്ളൂ. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് മീൻ വറക്കാനൊക്കെ സെറ്റാക്കി വെച്ച്. എന്നാൽ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ചപ്പാത്തി കഴിക്കാമെന്നൂടെ കരുതി ചപ്പാത്തിയും കഴിച്ച് പിള്ളേരുടെ യൂണിഫോം തേക്കാനായിട്ട് വാരിയിട്ടപ്പോഴത്തേക്കിനാണ് നല്ല വെയിൽ. എന്നാൽ പിന്നെ മുളകും കൂടെ ഉണക്കാമെന്ന് കരുതി മുളകും വാരിയിട്ട് അങ്ങനെ യൂണിഫോം എല്ലാം അങ്ങനെ അങ്ങോട്ട് തേച്ച് ഒരാഴ്ചത്തേക്കിനുള്ള ഒരു 20-25 മിനിറ്റ് ലാഭിച്ച്. അല്ലെങ്കിൽ ഡെയിലി രാവിലെ തേക്കുമ്പോഴത്തേനെ സമയം എടുക്കുവേ. അപ്പോൾ എൻ്റെ ഇന്നത്തെ പണികളെല്ലാം ഏകദേശം കഴിയാറായി. ഓക്കെ.